ഈശുംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം നമ്മളിന്ന് ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ ഇന്ന് തന്നെ കേൾക്കുന്നവരോട് അരുളി ചെയ്യുകയാണ്, ഞാൻ നിയമങ്ങൾ അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് വന്നത്. നിയമത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ പോലും തെറ്റുകയില്ല. നിയമം പാലിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ വലിയവനായി തീരുക എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ വിരോധാഭാസമായി തോന്നാവുന്ന കുറേ വാക്കുകളാണ് യേശുനാഥൻ ഇന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. കാരണം സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന യേശുനാഥൻ ഈ ഫരിസയരുടെയും നിയമജ്ഞരുടെയും എല്ലാ നിയമങ്ങളെയും തെറ്റിക്കുന്ന ഒരാളായിട്ടാണ്. അവർ ഈശോയെ വിളിച്ചത് തന്നെ ഈ ലോ ബ്രേക്കർ എന്നൊക്കെയാണ്. അവൻ എല്ലാ നിയമങ്ങൾക്കും എതിരായിരുന്നു. അതേ യേശുനാഥൻ പറയുകയാണ്, ഞാൻ വന്നത് നിയമങ്ങൾ പൂർത്തീകരിക്കാനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്? പ്രത്യേകിച്ച് ഈ തപസ് കാലത്ത് യേശുനാഥൻ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? യഹൂദരുടെ പശ്ചാത്തലത്തിൽ നിയമം എന്ന് പറയുമ്പോൾ തന്നെ 4 തരത്തിലുള്ള കാര്യങ്ങൾ നിലനിന്നിരുന്നു. 1, 10 കൽപ്പനകളെ അവർ നിയമങ്ങളെന്ന് വിളിച്ചിരുന്നു. 2, അവർ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ പെന്ററ്റുക്ക്, അതിനെ അവർ വിളിച്ചിരുന്നത് ദ ലോ എന്നാണ്, നിയമം എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. മാത്രമല്ല അവർ മൂന്നാമതായിട്ട് ഈ പഴയ നിയമത്തെ മുഴുവന് നിയമമായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവർ ചിലപ്പോൾ പറയും നിയമവും പ്രവാചകന്മാരും എന്ന് പറയാറുണ്ട്. പഴയ നിയമത്തിലെ മുഴുവൻ വാക്കുകളെയും അവർ നിയമമായിട്ട് കരുതുന്നുണ്ട്. അവസാനമായിട്ട് അവിടെ ഒരു എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഒരു നിയമങ്ങൾ നിലനിന്നിരുന്നു. അപ്പം യേശുനാഥൻ എതിർത്തിരുന്നത് ഈ അവസാനത്തെ 4ാമത് വിഭാഗത്തിൽപ്പെടുന്ന നിയമങ്ങളെയാണ്. അതായത് ഇസ്രയേലിൽ പലപ്പോഴുമായി ഈ ഇസ്രയേൽ ദേശത്ത് നിന്ന് ഇങ്ങനെ ഓടിപ്പോകേണ്ടതായി വന്നിട്ടുണ്ട് യുദ്ധങ്ങളുടെയൊക്കെ സമയത്ത്. അപ്പം അങ്ങനെ ഓടിപ്പോയ സമയത്ത് പിന്നീട് തിരിച്ചു വരുമ്പോഴൊക്കെ ഇവർ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ചില നിയമ പണ്ഡിതന്മാർ ഒത്തിരിയധികം നിയമങ്ങൾ, വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ബൈബിളിൻ്റെയും പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് തോറായുടെയും പിന്നെ ഈ 10 കൽപ്പനകളുടെയൊക്കെ വ്യാഖ്യാനങ്ങൾ ഒത്തിരിയധികം ഇവർ എഴുതി. കാരണം ഇവർ മറ്റ് ദേശങ്ങളിൽ പോകുമ്പോൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. പിന്നീട് ഇതായി മാറിയ അവരുടെ ഏറ്റവും വലിയ നിയമങ്ങൾ. അപ്പോൾ ഇങ്ങനെ എഴുതപ്പെട്ട 600-ലധികം നിയമങ്ങൾ വാമൊഴിയായി നിലനിന്നിരുന്നത് പിന്നീട് അവർ എഴുതി. അത് മിഷ്ന എന്നും പിന്നീട് ഇതിന് തന്നെ അവർ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് താൽമൂദ് എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം എഴുതി. അപ്പോൾ ഇങ്ങനെ നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങളുടെ പുസ്തകം ഉണ്ടായിരുന്നു. ഈ പുസ്തകങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇതിൻ്റെ അകത്തൊരു ആത്മാവുണ്ടായിരുന്നു. അതായത് ദൈവിക നിയമങ്ങളെ പാലിക്കണമെന്നും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷേ അവർ ആ ഇഷ്ടത്തിന് കൊടുത്തിരുന്ന വ്യാഖ്യാനത്തിൽ യഥാർത്ഥ നിയമത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. അതായത് ഇവർ നിയമത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തു. നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം കൊടുത്തിരുന്ന കൽപ്പനകൾ അത് ഈ ദൈവത്തെ ബഹുമാനിക്കാനും മനുഷ്യരെ ബഹുമാനിക്കാനും ഉള്ളതായിരുന്നു. ഇവിടെ ഈ 2 ബഹുമാനം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നിയമങ്ങൾ മാത്രം അവർ ആ ബഹുമാനത്തിൻ്റെ പുറകെ അവർ പോകാൻ തുടങ്ങി. യേശുനാഥൻ വന്നത് ഈ നിയമത്തെ പൂർത്തീകരിക്കാനാണ്. കാരണം ഈ ബഹുമാനം സ്നേഹത്തിൽ നിന്ന് വരേണ്ടതാണ്. ഈ ബഹുമാനം നൽകുമ്പോൾ കരുണയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പം സ്നേഹവും കരുണയും കൊണ്ട് യേശുനാഥൻ ഈ നിയമങ്ങളെ പുനർവ്യാഖ്യാനം ചെയ്യുകയാണ്. അപ്പം അതാണ് യേശുനാഥൻ ചെയ്തത്. ഈ കരുണയ്ക്കും സ്നേഹത്തിനും എതിരായിട്ടുള്ള എല്ലാ ബഹുമാനങ്ങളും അവിടെ എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് ഇവർ ഈ ഇസ്രയേലിൽ നിലനിന്നിരുന്നതനുസരിച്ച് 10 കൽപ്പനകൾ, പ്രത്യേകിച്ച് സാബത്ത് ദിവസം അവർ ബഹുമാനിച്ചിരുന്നതുകൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പാടില്ലെന്നാണ്. പക്ഷേ അതിനെ യേശുനാഥൻ മാറ്റുന്നുണ്ട്. കരുണയും സ്നേഹവും വരുമ്പോൾ അവിടെ കഷ്ടപ്പെടുന്ന സഹോദരന് ഒരു കൈത്താങ്ങാകുന്നത് ഈ നിയമത്തിനെതിരല്ല എന്നവിടെ പഠിപ്പിക്കണം. അപ്പം അതുപോലെ കരുണയും സ്നേഹം കൊണ്ട് അവിടുന്ന് ഈ നിയമങ്ങൾക്ക് ആത്മാവിനെ നൽകുകയാണ്. നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ അവിടുന്ന് തിരിച്ചു നൽകുകയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് ഞാൻ പൂർത്തീകരിക്കാനാണ് വന്നത്. യേശുനാഥൻ പൂർത്തീകരിച്ചത് സ്നേഹവും കരുണയും കൊണ്ടാണ്. അപ്പോൾ ഈ തപസ് കാലത്ത് യേശുനാഥൻ നമ്മളോട് പറയുന്നതും നമ്മൾ തപസ് കാലത്ത് ഈ പുണ്യങ്ങളും ഈ പ്രാർത്ഥനയും ഈ പരസ്നേഹ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം ആത്മാവ് കരുണയും സ്നേഹവുമായിരിക്കണം. നിയമങ്ങൾ പൂർത്തീകരിക്കാനായി ചെയ്യേണ്ട ഒരു പ്രക്രിയയല്ല ഇത്. ഇത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും മനുഷ്യരോട് കാണിക്കുന്ന കരുണയിൽ നിന്നുമാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരോട് ഞാൻ സ്നേഹം കാണിച്ച് കരുണ കാണിച്ച് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ നിയമത്തിൻ്റെ യഥാർത്ഥ ആത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് നിലനിൽക്കുന്നത്. കാരണം ഞാൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കേണ്ടതാണ്. ആ ഹിതം ഞാൻ കണ്ടെത്തേണ്ടത് സ്നേഹത്തിലും കരുണയിലുമാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് കുറച്ചും കൂടെ സ്നേഹത്തോടും കരുണയോടും ഒക്കെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന മനുഷ്യരെ മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.